ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു മോട്ടിവേഷൻ വീഡിയോ. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി, ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ആയി എന്നറിഞ്ഞൊരു സന്തോഷം. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നു, സർ ഹൗ വാസ് യുവർ കോളേജ് ലൈഫ്? അപ്പോൾ ആ ഒരു കമൻറ്റിന് ഏകദേശം നല്ലൊരു ലൈക്ക് കൗണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജ് ലൈഫിനെ കുറിച്ച് ഫുള്ളും പറയാനായിട്ട് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 4 കൊല്ലം ഞാൻ പഠിച്ച കാലഘട്ടം, 4 കൊല്ലത്തെ ആ ഒരു ജേർണി പറയുന്നത് ലിറ്ററലി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മക്കളെ, ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജ് ലൈഫിൽ വെച്ച് എനിക്കുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു ഇൻസ്പിറേഷണൽ പോയിന്റ്, ആ ഒരു സ്റ്റോറി പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് പോകുന്നത്. ആ കഥയാണ് ഒരു തുണ്ടുകഥ. ഒരു തുണ്ടുകഥ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, തുണ്ടുകഥയോ അതെന്താ? ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, ഇതൊരു തുണ്ടുവെച്ച കഥയാണ്. പണ്ട് ഞാൻ 7th സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് A7 ഞങ്ങൾക്ക് ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ ആയിരുന്നല്ലോ. ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആണ്, പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ആണ്. അതിൽ ആക്ച്വലി റോക്കറ്റ് എഞ്ചിൻ, അതേപോലെ ജെറ്റ് എഞ്ചിൻ, പ്രൊപ്പൽഷൻ സിസ്റ്റംസ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബേസിക്കലി റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയായ സ്ഥിതിക്ക് എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണ്. പക്ഷേ ആ ക്ലാസ്സിൽ ഞാൻ കയറാറേ ഇല്ല. എനിക്ക് ആ ക്ലാസ്സിൽ കയറി പഠിക്കുന്നത്, പൊതുവേ ഞാൻ ക്ലാസ്സിൽ കയറാറില്ല, എനിക്ക് ആ ക്ലാസ്സിൽ കയറി പഠിക്കുന്നത് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഞാൻ കേട്ട് അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസ് എക്സാം ആയി. ഫസ്റ്റ് സീരീസ് എക്സാം ആയപ്പോഴത്തേക്കും സാർ ബേസിക്കലി എന്ത് ചെയ്തു, 2 ദിവസം മുൻപ് ഒരു 20 ചോദ്യങ്ങൾ തന്നു. എന്നിട്ട് സാറ് പറഞ്ഞു, ഇതിലെ 10 ചോദ്യങ്ങൾ ഞാൻ സീരീസ് എക്സാമിന് ഇടുന്നു പറഞ്ഞു. അപ്പോൾ കുറേ പേര് പഠിച്ചു, ഞാൻ പഠിച്ചില്ല. കാരണം ഞാൻ എഞ്ചിനീയറിങ്ങിന് കയറിയത് തന്നെ എനിക്ക് ആക്ച്വലി എഞ്ചിനീയർ ആവണം, എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. ബേസിക്കലി എഞ്ചിനീയറിംഗ് നോളജ് വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എഞ്ചിനീയറിംഗ് കയറുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പരീക്ഷകൾക്ക് ഭയങ്കര എതിരായിരുന്നു. എനിക്ക് ഒരുപാട് സപ്ലീസ് ഉണ്ടായിരുന്നു. എനിക്ക് സപ്ലികൾ വരാൻ കാരണം തന്നെ ഞാൻ പരീക്ഷകൾക്ക് ഭയങ്കര എതിരായിരുന്നു. എന്തിന് പരീക്ഷ? ഒരാളുടെ അറിവ് ഒരു പരീക്ഷയാണോ നിർണ്ണയിക്കുന്നത്? അപ്പം അറിവാണ് വലുത്, പരീക്ഷയല്ല. ഒരു ഭയങ്കര റെബലിസമായിരുന്നു ടുവേഴ്സ് ദ എക്സാമിനേഷൻ. ഓക്കെ, അന്ന് ആ കാലഘട്ടമായിരുന്നു. ഓക്കെ, ദെൻ അന്ന് സാറ് എക്സാം അല്ലേ, ഇന്റേണൽ എക്സാം. അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, പഠിച്ചു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ സൊല്യൂഷൻ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത ശേഷം എൻ്റെ ഫോണും കൊണ്ട് ഞാൻ എക്സാം ഹാളിലേക്ക് കയറി. മൊബൈൽ ഫോൺസ് എക്സാം ഹാളിൽ അലൗഡ് അല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം ചെയ്ത് വന്നപ്പോഴത്തേക്കും ചെറിയൊരു പോയിന്റിൽ സ്റ്റക്കായിപ്പോയി. നിങ്ങൾക്ക് സ്റ്റക്കാവും അല്ലേ, എല്ലാവർക്കും സ്റ്റക്കാവും. അപ്പോൾ ആ പോയിന്റ് വെച്ച് സ്റ്റക്കായ സമയത്ത് ഇനി അടുത്ത് മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ എന്ത് ചെയ്തു, പോക്കറ്റിൽ നിന്ന് എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അപ്പോഴത്തേക്കും പകുതി ഞാൻ സാറോട് ഫ്രണ്ട് നിൽക്കുന്നത്, ഞാൻ ബാക്ക് ബെഞ്ചിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പേപ്പറിലും മറ്റേ കൈ കൊണ്ട് ഞാൻ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് പകുതി ആയപ്പോഴത്തേക്കും സാറ് കണ്ടു. സാറ് ഫ്രണ്ടിൽ നിന്ന് ഓടി നേരെ ബാക്കിലേക്ക് വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ ഫോൺ പകുതി പുറത്താണ്. സാർ ചോദിച്ചു, ആ ഫോണിൽ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി സാർ, ഫോൺ എടുത്ത് കൊടുത്തു ധൈര്യമായിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു, ഇതൊന്ന് അൺലോക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും പിന്നെന്താ സാർ, അൺലോക്ക് ചെയ്ത് കൊടുത്തു. സാർ നേരെ ഗാലറി പോയപ്പോഴത്തേക്ക് പണി പാളി. എല്ലാ സൊല്യൂഷൻ്റെയും ഞാൻ ഫോട്ടോ എടുത്ത ആൻസേഴ്സ് അതിലുണ്ടായിരുന്നു. സാർ അപ്പോൾ തന്നെ എൻ്റെ പേപ്പർ വാങ്ങിച്ച് എൻ്റെ ഫോൺ വാങ്ങിച്ച് കൊണ്ടുപോയി. ഓക്കെ, ഞാൻ സാറിൻ്റെ പുറകെ നടന്നു സാർ ഫോണിന് വേണ്ടിയിട്ട്. കാരണം ആ സമയത്ത് ഒരു ഗാലക്സി ഫോണായിരുന്നു, സാംസങ് ഗാലക്സി ഫോൺ. ഞാൻ ഫോൺ വാങ്ങി 1 വീക്ക് ആയിട്ടുള്ളൂ. ഞാൻ ആ സമയത്ത് ട്യൂഷൻ പഠിപ്പിച്ച് സേവ് ചെയ്ത മണി കൊണ്ട് വാങ്ങിച്ച ഫോണായിരുന്നു. 1 വീക്ക് ആയപ്പോഴത്തേക്കും സാർ വെച്ചു. ഞാൻ സാറിൻ്റെ പുറകെ നടന്നു, സാർ തന്നില്ല. അപ്പോൾ സാർ എന്നിട്ട് 2-3 ദിവസം സാറിൻ്റെ പുറകെ നടന്നപ്പോൾ സാർ തരാതായപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ഉദ്യമം ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് പോയി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ശരി നിനക്ക് ഞാനൊരു ചാൻസ് തരാം. ഞാൻ 4 കൊല്ലത്തെ ഗ്യാസ് ഡൈനാമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിനക്ക് മെയിൽ ചെയ്യാം, നീ സോൾവ് ചെയ്ത് കൊണ്ടുവരൂ. സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ഫോൺ തരാമെന്ന് പറഞ്ഞു. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒട്ടുമേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. കാരണം 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, എനിക്കതിൽ ഒരു ചാപ്റ്റർ ഏതാണെന്ന് പോലും അറിയില്ല. 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എന്താ ചെയ്യുക, എനിക്കത് നടക്കുന്ന കേസൊന്നും അല്ല. സാറിന് ഓപ്പണായിട്ട് പറഞ്ഞു. സാറ് പറഞ്ഞു, നീ സോൾവ് ചെയ്ത് കൊണ്ട് വന്നാലേ ഫോൺ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കും വാശിയായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ കോളേജിൻ്റെ മതിലാടി നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കും മേടിച്ചു. പഠിക്കണമല്ലോ, അല്ല സോൾവ് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തലയ്ക്കകത്ത് ഒന്നും കയറുന്നില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ പോയി പറഞ്ഞു, സാർ എനിക്ക് നടക്കും തോന്നുന്നില്ല, സാർ ഫോൺ തരാമോ, ഞാൻ എക്സാമിന് പഠിച്ച് എഴുതിക്കോളാം. സാറ് പറഞ്ഞു, ഒരു രക്ഷയില്ല മോനെ, നീ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ ഫോൺ തരാം. ഓക്കെ ഫൈൻ, അങ്ങനെയാണോ? ഞാൻ നേരെ കോളേജ് കഴിഞ്ഞു, വീട്ടിൽ പോയി ഞാൻ കുത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആ സബ്ജക്റ്റിൽ
മൊഡ്യൂൾസ് എല്ലാം പഠിച്ചു. ഞാൻ 4 വർഷത്തെ ചോദ്യപേപ്പർ സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഞാൻ 1 വീക്ക് ടൈം എടുത്ത് ഞാൻ ആ സബ്ജക്ട് ഫുൾ പഠിച്ച് 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സോൾവ് ചെയ്ത് പേപ്പറെല്ലാം പിൻ ചെയ്ത് ഞാൻ സാറിനോട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ സാറ് എനിക്ക് ഓക്കെ ഫൈൻ എന്നിട്ട് ഫോൺ ഇപ്പം കൊണ്ട് തരാമെന്ന് പറഞ്ഞ് സാറ് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, സർ എനിക്ക് ഫോൺ ഇപ്പോൾ വേണ്ട, എനിക്ക് സർ ഞാൻ ചെയ്തതെന്നൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രം സാർ ഫോൺ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആഫ്റ്റർ വൺ ഡേ സാർ എനിക്കൊരു മെയിൽ അയച്ചു. ആ മെയിൽ ഇപ്പോൾ നിങ്ങൾ കാണാം. ഫ്രാങ്ക്ലിൻ, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, വെൽ ഡൺ. ഈ ഒരു കാര്യം എനിക്ക് തന്ന കോൺഫിഡൻസ് ആണ് ഇന്ന് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. കാരണം സാറുമായിട്ടൊരു ചാലഞ്ച് ആയിരുന്നു ഞാൻ. ഓക്കെ, അപ്പം ഞാൻ ഒട്ടുമേ പ്രാക്ടീസ്ഡ് അല്ലാത്ത സബ്ജക്ട് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് സോൾവ് ചെയ്യണം. സോ ഒരു ഡിറ്റർമിനേഷനാണ് മക്കളെ അവിടെ. എൻ്റെ ഡിറ്റർമിനേഷൻ, എനിക്ക് സോൾവ് ചെയ്യണം എങ്കിലേ എൻ്റെ ഫോൺ കിട്ടത്തുള്ളൂ. പഠിച്ചാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 4 വർഷം സോൾവ് ചെയ്താൽ എനിക്ക് ഫോൺ കിട്ടും. സോ ആ ഫോണിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തു. സാർ എനിക്ക് ഫോണും തന്നു, ഈ ഒരു മെയിലും അയച്ചു. ഇത്ര കൊല്ലമായിട്ടും ഞാൻ ഈ മെയിൽ എന്ന് പറയുന്നത് എൻ്റെ ജിമെയിലിൽ ഞാൻ ഡ്രാഫ്റ്റിലിട്ട് വെച്ചിരിക്കുന്ന, സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതേപോലെ ഇൻസിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ മക്കളെ? ആ ഇൻസിഡൻസിൽ നിങ്ങൾ തോറ്റി പിന്മാറുകയല്ല വേണ്ടത്. അത് പഠിത്തത്തിലുമല്ല ജീവിതത്തിലുമല്ല, നേരിടുക. അങ്ങനെ ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഞാനായിരുന്നു ആ ക്ലാസ്സിൽ. അതുമാത്രമല്ല, ഒരുപാട് സ്റ്റുഡൻസിന്, ഈവൻ ബുജികൾക്ക് പോലും ഗ്യാസ് ഡൈനാമിക്സ് ടഫായിരുന്ന ആ ഒരു സമയത്ത് പോലും ഗ്യാസ് ഡൈനാമിക്സ് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തതും ഞാനായിരുന്നു. ഓക്കെ, സോ മക്കളെ, വിചാരിച്ചാൽ നടക്കാത്തത് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ, അതിലേക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ഒരാഴ്ച കൊണ്ട് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. ആ സബ്ജക്റ്റ് ഫുൾ പഠിക്കണമെങ്കിൽ ഞാൻ അത്രമാത്രം ഉറക്കം കളഞ്ഞിട്ടുണ്ട്, അതിലേക്ക് വേണ്ടി ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ബ്രെയിനിൽ വേറെ ഒന്നുമില്ല, എൻ്റെ ഫോൺ പോലും ഇല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലിയർ ദാറ്റ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇതേപോലുള്ള ഇൻസിഡൻസിൽ ഇതേപോലെ പോസിറ്റീവായിട്ട് നിങ്ങൾ മാറുക, പോസിറ്റീവായിട്ടുള്ള തന്നെ കാര്യങ്ങൾ എടുക്കുക. എല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.